ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു പ്രമോ അപ്ഡേഷനിലേക്ക് സ്വാഗതം. സൺഡേ പ്രമോ അല്ലേ, രണ്ടാമത്തെ എവിക്ഷൻ നടക്കാൻ പോവാണ്. അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിച്ചിട്ട് വരാം. ജിസേൽ, നെവിൻ, ആദില, നൂറ ഇത്രയും പേര് ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുകയാണ്. ഇവരുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഇവരുടെ മേത്തോട്ട് ലൈറ്റുകൾ അടിക്കും. ഗ്രീനും റെഡും ലൈറ്റാണ് അടിക്കുന്നത്. ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഇവർ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഗ്രീൻ ലൈറ്റ് ആരുടെ മേത്തുണ്ടാകുന്നോ അയാൾ സേവ് ആവും. ഏകദേശം ഇപ്പോൾ പുറത്തെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ജിസയിലാണ് ഔട്ടാവുന്നതെന്ന്. ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുകയോ ഇല്ലയോ നമുക്ക് നോക്കാം അല്ലേ. രണ്ടാമത്തെ പ്രമോ വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചായിട്ട് ബിഗ് ബോസ് കാണുന്ന എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഷാനവാസിൻ്റെ വീട്ടുകാരെ വിളിക്കുന്നുള്ള രീതി. ഷാനവാസ് അത് വിളിച്ചിട്ടില്ലാതെ ഒരാൾ പോലും അവിടെ ഇല്ല. ലേഡീസിനെ ബോയ്സിനെ ഒരുപോലെ അവരുടെ വീട്ടിലുള്ളവരെ വിളിക്കുന്ന ഒരു ഏർപ്പാട് കുറേ നാളുകളായിട്ട് പുള്ളി കൊണ്ടു നടക്കുന്നതാണ്. ഇപ്പോൾ അത് ഭയങ്കര പീക്കിലെത്തിയിട്ടുണ്ട്. ഭയങ്കര അരോചകമായിരുന്നു. അതെന്തായാലും ഇന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, മാറ്റിപ്പിടിക്കാൻ പറയുന്നുണ്ട്. ഇത് മാറ്റിപ്പിടിച്ചിട്ട് വീട്ടുകാരെ വിളിക്കാണ്ട് കുറച്ച് റിലേഷനോട് കൊണ്ടുപോവാ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ വീട്ടിൽ പെരുമാറുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാന്നും ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ വീടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഷാനവാസ് അവിടെ പറയുന്നൊരു എക്സ്ക്യൂസ്, ഞാൻ ആരെയും പോയിട്ട് ആദ്യം വിളിക്കുന്നില്ല, അവരെന്നെ വിളിച്ചതിന് ശേഷമാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ലാലേട്ടനോ എടുത്തൊരു കാര്യം പറയണം, ഒരാൾ ഒരു തെറ്റ് ചെയ്തു തന്നാൽ ആ തെറ്റ് താൻ ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. തൻ്റെ പ്രായം, തൻ്റെ പക്വത, ഇതെല്ലാം ലാലേട്ടൻ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ഷാനവാസിന് കൊടുക്കേണ്ട കറക്റ്റായിട്ടുള്ളൊരു അടി തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ബിന്നിനോടും അനുമോളോടൊക്കെ സംസാരിക്കണ കേട്ടിട്ട് ഇറിറ്റേഷനും ദേഷ്യവും നമുക്ക് ഈ വ്യക്തിനോട് തോന്നി. കാരണം ഷാനവാസ് ടോപ്പ് 5 ഡിസർവിങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഈ ഓവർ കോൺഫിഡൻസ് കാരണം കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ഈ ടോപ്പ് 5 പുള്ളി ഇങ്ങനെ താഴത്തോട്ട് ഗ്രാഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡോട് കൂടി ഏകദേശം ആ ഒരു കാര്യം മാറ്റും എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. എന്താണെങ്കിലും എവിക്ഷൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ജിസയിലാണ് ഔട്ടായെന്ന് നല്ല രീതിയിൽ റൂമർ കേൾക്കുന്നുണ്ട്. ഈ പറയുന്ന 4 പേര്, ഇപ്പോൾ ആക്ടിവിറ്റിയിൽ നിൽക്കുന്ന 4 പേര് പോയാലും ആ ഷോക്ക് ഒരു കുറവ് തന്നെയാണ്. കാരണം അതിനേക്കാൾ പോകാൻ അർഹതയുള്ളവർ ഇപ്പോഴും ആ വീട്ടിനകത്തുണ്ട്. അതേ സംബന്ധിച്ച് നമുക്ക് ജിസയിലാണെങ്കിലും നെവിനാണെങ്കിലും ആദിലയാണെങ്കിലും നൂറയാണെങ്കിലും എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഷോക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ പറയുന്ന വോട്ടിങ്ങിലൂടെയാണ് നടക്കുന്നത്. എന്നാലും സാബുമോൻ ആരായിരിക്കും വോട്ട് ചെയ്യുന്നത്? എനിക്കതിപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. ജിസൈലിനേക്കാൾ മേലെ സാബുമോൻ വോട്ട് വരണമെന്നുണ്ടെങ്കിൽ എത്ര പേരായിരിക്കും വോട്ട് ചെയ്യുന്നുണ്ടാവുക? ഇനി എന്തെങ്കിലും ചതി ഇതിനകത്തുണ്ടോ? ദൈവത്തിനറിയാം. കാരണം ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരാൾ, ബിഗ് ബോസ് ഷോ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരിക്കലും സാബുമോൻ എന്ന് പറയുന്ന സാബു മാൻ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു എലമെൻറ്റ് വേണ്ടേ. കഴിഞ്ഞ ദിവസം ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, ജയിൽ നോമിനേഷൻ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ സാബുമാൻ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് മറന്നുപോയി. കാരണം ഞാൻ ഇയാളെ ഒരു ഫ്രെയിമിലും കാണുന്നില്ല. ജയിൽ നോമിനേഷൻ സമയത്ത് ഇങ്ങനെ ഇരുന്ന് ഒരു പർട്ടിക്കുലർ സമയത്ത് സാബുമാൻ എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് മനസ്സിലായ. കാരണം അത്രയ്ക്ക് സ്ക്രീൻ സ്പേസ് ലൈവിനകത്ത് കുറവുള്ള ഒരാളാണ്. ഐ ഡോണ്ട് നോ അതെന്താണ് എങ്ങനെയാണെന്ന് നമുക്കൊരു പിടുത്തമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എവിക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.